യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആദ്യം തന്നെ അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ എനിക്ക് തന്ന നിരവധിയായ അനുഗ്രഹങ്ങളോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ന്യൂസിലാൻഡിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ലൂസി. ഞാൻ എൻ്റെ കുഞ്ഞിന് സാക്ഷ്യം പറയുന്നതിനാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് കുഞ്ഞുണ്ടായത്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിന് വലിയ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ കൊച്ചുണ്ടായി 2 ദിവസം കഴിഞ്ഞപ്പം തൊട്ട് കൊച്ച് കണ്ണൊന്നും നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. കൊച്ച് ഒരു സ്വെല്ലിംഗ് ഒക്കെ ആയ പോലെയായിരുന്നു കുഞ്ഞ്. അത് ഡോക്ടർമാർ ചെക്ക് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ ഹെഡിലൊരു ഗ്രേഡ് 3 ഹെമറ്റോമ പോലെ കണ്ടു. പിന്നെ അവളുടെ ഐസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കൺജനൈറ്റൽ കാറ്ററാക്റ്റ് പോലെ ലെഫ്റ്റ് ഐയിൽ അത്ര ക്ലിയർ അല്ലായിരുന്നു. പിന്നെ വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാലും നന്നായിട്ട് വൈഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് ഞാൻ ആദ്യമേ ഡോക്ടർ ഈ ഗ്രേഡ് 3 ഹെമറ്റോമ പറഞ്ഞപ്പോൾ ഡോക്ടർമാർ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞത് ചിലപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്താൽ ബ്ലീഡിങ് ആണ് ഹെമറ്റോമ. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കുഞ്ഞിന് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ സെറിബ്രൽ പാൽസിയോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ കൂടെ അപ്സെറ്റായി. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ മാതാവ് കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ലെന്ന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആ ദിവസം തന്നെ നാട്ടിൽ അച്ഛൻ നേരത്തെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു കാശുരൂപം തന്നതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വിളിച്ച് എൻ്റെ മമ്മി അനിയത്തിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛനെ കാണാൻ പറ്റി, ഒരു കാശുരൂപം കിട്ടിയിരുന്നു. കൂടാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ, ഈ ഉടമ്പടിയുടെ നിയമങ്ങളൊക്കെ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ നേരം തൊട്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ ഞാനൊരു നേഴ്സാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒത്തിരി മാതാവിൻ്റെയും ഈശോയുടെയും കാര്യങ്ങളൊക്കെ അവൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എന്നിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളും കുടുംബത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. അതിനിടയിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ അച്ഛനെ അന്ന് കാണാൻ പറ്റിയിരുന്നു. അച്ഛൻ തന്ന കാശുരൂപം അച്ഛനിവിടെ പ്രത്യേകം പറഞ്ഞു, മാതാവിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ തലയിൽ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കുഞ്ഞിൻ്റെ തലയിൽ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ നേർച്ച വസ്തുക്കളായ ഉപ്പ്, ചെറുതായിട്ടൊരു ഉപ്പ് കുഞ്ഞിൻ്റെ വായിൽ തൊട്ടു. അതുപോലെ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൂത്തിരുന്നു. ആ കാശുരൂപം അവിടെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് തന്നെ കുഞ്ഞ് കണ്ണ് നന്നായിട്ട് തുറന്നു, പാലൊക്കെ നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ചെയ്ത ടെസ്റ്റിൽ കുഞ്ഞിൻ്റെ ആ ഹെമറ്റോമ ഗ്രേഡ് 3 ആയിരുന്നത് ഗ്രേഡ് 1 ആയിട്ട് കുറഞ്ഞു. അതുപോലെ കുഞ്ഞിന് ഈ കൺജനൈറ്റൽ കാറ്ററാക്റ്റ് അവരവിടെ പറഞ്ഞിരുന്നത് സർജറി ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ പറയുന്നതും കേൾക്കണമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായിട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ ആ കാറ്ററാക്റ്റ് അവിടെ കാണാനില്ലായിരുന്നു. അത് ഫുള്ളായിട്ട് അത് ക്ലിയറായി. സർജറി അവരവിടുന്ന് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ കൊച്ചിൻ്റെ കാല് വൈഡായിട്ട് അല്ലായിരുന്നു ഇരുന്നിരുന്നത്. അത് ആ പ്രാർത്ഥനയോട് അത് കഴിഞ്ഞ് പിന്നെ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ആ പ്രോബ്ലം കാണുന്നില്ല. അങ്ങനെ ഈ 2-3 റിസൾട്ടുകളെല്ലാം കുഞ്ഞിന് നോർമലായി. കുഞ്ഞിപ്പം ദൈവാനുഗ്രഹത്താൽ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി 2019 എടുത്തു. പിന്നെയും ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് കാരുണ്യ പ്രവർത്തികൾ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് സഹായം ചെയ്തു. പത്രം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് മറ്റുള്ളവർക്ക് കൊടുത്തു. രാത്രി പ്രാർത്ഥനയിൽ ഡെയിലി പ്രാർത്ഥന ചെല്ലാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അങ്ങനെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ വഴി ഈശോ എന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ ജീവിതാവസാനം വരെ അമ്മയുടെ സാക്ഷിയായി എന്നെ മാറ്റണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവിന് 1000 നന്ദി. തിരുക്കുമാരനും നന്ദി. 139 സങ്കീർത്തനം 13 തിരുവചനം. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു.
നാം ഓരോരുത്തരെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ രൂപവും ഭാവവും കൃത്യമായി അവിടുത്തെ ഉള്ളംകൈയിൽ വരച്ചു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പേര് അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലൂസി സ്കറിയയ്ക്ക് പറയാനുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യം അത് തന്നെയാണ്. വളരെ നോർമലായി കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചെങ്കിലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വളരെയധികം അസ്വസ്ഥതകൾ കുഞ്ഞിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഐ കാറ്ററാക്റ്റ്, അതുപോലെ തന്നെ കാലിനുള്ള എക്സ്റ്റെൻഡ് ചെയ്തു വരുന്ന ചെയ്യാത്ത ഒരവസ്ഥ, ബ്രെയിനിലുള്ള അസ്വസ്ഥതകൾ, ഇങ്ങനെ ജനിച്ചു വീഴുമ്പോൾ തന്നെ 2-3 ദിവസമാകുമ്പോൾ തന്നെ വലിയ ഒരു അസുഖങ്ങളുടെ ലിസ്റ്റ് ഈ അമ്മയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇടപെട്ട് ഇവരുടെ ഉടമ്പടി ജീവിതം എത്രമാത്രം ആഴത്തിലുള്ളതാണോ, എത്രമാത്രം വിശ്വസ്തതയിലുള്ളതാണോ, അത്രമാത്രം പരിശുദ്ധ അമ്മ ഇവരെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈശോയിൽ നിന്ന് ഇവർക്ക് സൗഖ്യം ലഭിക്കുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് ഈശോയിൽ നിന്ന് ഈ സൗഖ്യം അവർക്ക് പ്രാപിച്ചു കൊടുക്കുന്നത്. കൃത്യമായി ഈ മകൾ പ്രാർത്ഥനാ പ്രയോഗം ചെയ്തത് നേർച്ച വസ്തുക്കളെല്ലാം കുഞ്ഞിനെ എന്നും തൈലം പൂശി പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഇവർക്ക് ലഭിച്ച ആ കാശുരൂപം കുഞ്ഞിന് നൽകിക്കൊണ്ട് കുഞ്ഞിൻ്റെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് എപ്പോഴും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയോടെയാണ് ഈ മകൾ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. നമ്മുടെ അച്ഛൻ എപ്പോഴും ഉപദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, ഉടമ്പടി എന്താണെന്ന് നാം അറിഞ്ഞാൽ മാത്രമേ ഉടമ്പടിയിലെ ആ പെട്രോൾ കത്തുന്നത് പോലെയുള്ള നമ്മുടെ ഉടമ്പടി ജീവിതം കത്തിപ്പിടിക്കുന്നതെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് വേണം ഉടമ്പടി തൈലം നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ അസ്വസ്ഥതകളുള്ളത് അവിടെ തൈലം പൂശി പ്രാർത്ഥിക്കണം എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യരക്ഷയും അനുദിന ജീവിതവും തമ്മിൽ ഉടമ്പടി അതിനെ ഉറപ്പിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണിത്. നാം എപ്പോഴും അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നാണ് നമ്മുടെ ഉടമ്പടി. അവൻ പറയുന്നത് പോലെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ കുഞ്ഞിന് വളരെ വലിയൊരു അത്ഭുതം, ഒരു സൗഖ്യം ഇന്ന് നൽകിയിരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ആ ഒരു ഫിഡലിറ്റിയിൽ ഉടമ്പടി അതിന് ഗ്യാപ്പില്ലാതെ ഈശോയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്തെല്ലാം നമ്മോട് ചോദിക്കുന്നുവോ, എന്തെല്ലാം ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം കൊടുക്കുമ്പോഴാണ് നാം ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നത്. നമ്മുടെ എല്ലാ സൗഖ്യത്തിനും അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും സൗഖ്യം ലഭിക്കാനായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ലൂസി സ്കറിയയുടെ ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.